റിജിത്ത് ഇന്ന് രാവിലെ മുതൽ അവിടെ ഉണ്ടായിരുന്നില്ല. എന്താണ് ഈ അതിന്റെ ഒരു അടിത്തട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു ഇപ്പോൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ശക്തമായ പ്രചാരണമാണല്ലോ മുന്നണികൾ നടത്തിയത്. റിജിത്ത് അവിടെ തീർച്ചയായും ഉന്മേഷ് പ്രജൻ, വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം, ശക്തമായ ഒരു പോരാട്ടം ഈ മണ്ഡലത്തിൽ നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇന്ന് മണ്ഡലത്തിൽ ഉടനീളം സഞ്ചരിക്കുമ്പോൾ നമുക്ക് ലഭിച്ചത്, അതുപോലെ കാണാൻ കഴിഞ്ഞത്. സമീപകാലത്തുള്ള വിവാദ വിഷയങ്ങൾ, അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന വിവാദ ദല്ലാൽ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ, അതിനുള്ള ശോഭാ സുരേന്ദ്രനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ മറുപടി, ഇതൊക്കെ ഏറ്റവും ഒടുവിലായി തെരഞ്ഞെടുപ്പ് രംഗത്ത് ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവ ചർച്ചയാകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ രാത്രിയിലും ഈ നഗരത്തിലുടനീളം പ്രചാരണ വാഹനങ്ങൾ കടന്നു പോകുന്നത് നമുക്ക് കാണാം, പ്രചാരണ റാലികൾ കടന്നു പോകുന്നത് നമുക്ക് കാണാം. രാവിലെ 3 സ്ഥാനാർത്ഥികളെയും NDAയുടെയും LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികളോട് നമ്മൾ സംസാരിച്ചിരുന്നു, അവരുടെ പ്രതികരണങ്ങൾ തേടിയിരുന്നു. തികഞ്ഞ ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. എം ആരിഫ് പറയുന്നു, കഴിഞ്ഞ തവണ ലഭിച്ച 10,000-ലധികം വോട്ടിനേക്കാൾ ഇരട്ടിയിലധികം ഭൂരിപക്ഷം ഇത്തവണ തനിക്ക് ലഭിക്കും എന്നുള്ള കാര്യം ഉറപ്പായും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മണ്ഡലത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം KC വേണുഗോപാലിനെയാണ് UDF കളത്തിലിറക്കിയിരിക്കുന്നത്. KC പറയുന്നു, തന്റെ ഹൃദയമാണ് ഈ മണ്ഡലം, തന്നെ കൈവിടില്ല ഈ മണ്ഡലം എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് KC വേണുഗോപാൽ. KC വേണുഗോപാലിന്റെ വരവോടുകൂടി സംഘടനാ സംവിധാനത്തെ പൂർണ്ണമായി ചലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസം UDF ക്യാമ്പ് വെച്ചു പുലർത്തുന്നത് നമ്മൾ കണ്ടു. മുഖ്യമന്ത്രിക്കെതിരെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രതികരണം PV അൻവർ വിഷയത്തിലടക്കം, അതുപോലെ രാഹുൽ ഗാന്ധിക്കെതിരായ വിമർശനത്തിലടക്കം KC വേണുഗോപാലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് നമ്മൾ കണ്ടു. NDA ക്യാമ്പും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ശോഭാ സുരേന്ദ്രനെയാണ് ഇറക്കിയിരിക്കുന്നത്. ഇത്തവണ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ കളത്തിലിറക്കി വോട്ട് ശതമാനം ഉയർത്താം, വിജയം കൈവരിക്കാം എന്നൊരു ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ ലഭിക്കുന്ന വോട്ടുകൾ അതെന്തായാലും മറ്റ് രണ്ടുപേരുടെയും വിജയസാധ്യതയുമായി ബന്ധപ്പെട്ടതുകൂടിയാണ്, അത് പ്രധാനവുമാണ്. എന്തായാലും NDA ക്യാമ്പും തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. മണ്ഡലത്തിലുടനീളം സഞ്ചരിക്കുമ്പോൾ സമീപകാലത്ത് നമ്മൾ ചർച്ച ചെയ്ത എല്ലാ വിവാദ വിഷയങ്ങളിലൂടെയും വോട്ടർമാർ കടന്നുപോകുന്നുണ്ട്. അതിൽ കൃത്യമായ അഭിപ്രായം അവർ രേഖപ്പെടുത്തുന്നുണ്ട്. ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള കാര്യം തങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വന്നത്. മണ്ഡലത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ആലപ്പുഴ മണ്ഡലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ തവണ UDFന്റെ തരംഗത്തിൽ 19 സീറ്റുകളും UDFനൊപ്പം പോയപ്പോൾ LDFന്റെ അഭിമാനം കാത്തുകൊണ്ട് LDFനൊപ്പം നിന്ന ഏക മണ്ഡലം, കാനലൊരു തരി എന്ന വിശേഷണത്തോടുകൂടി പാർലമെന്റിലേക്ക് പോയ AM ആരിഫിനെ നമ്മൾ കണ്ടു. ഇത്തവണ പക്ഷേ ആ വിജയം ആവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം KC വേണുഗോപാലിനെ കളത്തിലിറക്കിയിട്ടുണ്ട് UDF, അതുപോലെ ശോഭാ സുരേന്ദ്രൻ എന്ന കരുത്തിയായ സ്ഥാനാർത്ഥിയെ NDAയും കളത്തിലിറക്കിയിട്ടുണ്ട്. എങ്കിലും പ്രചാരണത്തിൽ ഒരു മുന്നണികളും പിന്നിലല്ല. എല്ലാവരെയും വമ്പന്മാരെ വാഴ്ത്തിയ, വമ്പന്മാരെ വീഴ്ത്തി ഈ മണ്ഡലത്തിൽ ആർക്കൊപ്പം ജനങ്ങൾ നിൽക്കും എന്നറിയാൻ ഇനി വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകാൻ വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അതിന്റെ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ വലിയ ആവേശം മണ്ഡലത്തിലുടനീളം ഓരോ ഉൾപ്രദേശങ്ങളിലേക്കും നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, ഓരോ മേഖലയിലേക്കും സഞ്ചരിക്കുമ്പോഴൊക്കെ ഓരോ മൂലയിലും അത് മനസ്സിലാവുന്നുണ്ട്. റീജിത്ത്, എന്തായാലും ഒരുമിച്ച് എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ ഇതൊരു ട്രെയിലർ മാത്രമാണ്. കുട്ടിക്കലാശ് അതിന്റെ ഏറ്റവും പാരമ്പര്യത്തിലേക്ക് നാളെ നമുക്ക് കാണാം. ഒരുപാട് രസക്കാഴ്ചകളും സസ്പെൻസുകളും അതിലുണ്ടാകുമെന്ന കാര്യം വ്യക്തവുമാണ്.